നിങ്ങൾക്ക് ഗ്യാസിന്റെ നല്ല ബുദ്ധിമുട്ടില്ലേ? ഭക്ഷണം കഴിച്ച ഉടനെ ഭയങ്കരമായിട്ട് ഗ്യാസ് വരിക, ഒരു നെഞ്ഞെരിച്ചിൽ വരിക, നെഞ്ച് പൊളിച്ച് തികട്ടി വരിക, എന്നിട്ട് വായിൽ ഭയങ്കര കയ്പ്പോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ടേസ്റ്റ് ഇങ്ങനെ വരിക, അല്ലെങ്കിൽ വായിൽ ഭയങ്കര ദുർഗന്ധം വരിക, വയറ്റിന്ന് പോകുന്നില്ല, വയറ്റിന്ന് പോകുന്നതാണ് തന്നെ ഭയങ്കര കട്ടിയായിട്ട് പോവുക, ഭയങ്കര വേദന വരിക, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ ഗ്യാസ്ട്രിക് പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളെ വയറ് ശരിയാകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ വയറ് ക്ലീൻ ചെയ്യാനും നിങ്ങളെ വയറ് നന്നാക്കാനും നിങ്ങൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിക്കോട്ടെ, നിങ്ങൾക്ക് അത് കാരണം ഉണ്ടാകുന്ന മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടായിക്കോട്ടെ, ഇതെല്ലാം കംപ്ലീറ്റ് മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ മാം ആണ്. Q1B ഹെൽത്ത് കെയർ കൊടുവള്ളിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഡോക്ടറെ, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഡോക്ടറെ കണ്ട് ഒ പിയിൽ ഞാൻ പറയുന്നതിലേക്ക് അപ്പുറം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒ പിയിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ്, ഗ്യാസിൻ്റെ വേദനകൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും എങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടറെ എടുത്തുന്ന പേഷ്യൻ്റ് എങ്ങനെയാണ് നോർമലി എന്തൊക്കെ പറഞ്ഞാണ് വരാറുള്ളത്? ഇപ്പം നോർമൽ കേസസ് നോക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് വരാറുണ്ട്, ഇൻഫ്ലമേഷൻ ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നോർമലായിട്ട് ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാത്രം, അതായത് ജസ്റ്റ് ഗ്യാസ് ഇങ്ങനെ വരുന്നു, അതുപോലെ തന്നെ ബെൽച്ചിങ് ഉണ്ടാവുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏമ്പക്കം പോലെ വരുന്നു, വയറ് വല്ലാതെ ബ്ലോട്ടായി കിടക്കുന്നു, വീർത്ത് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളിച്ച് തേട്ടുക, ഒന്ന് ജസ്റ്റ് കിടക്കുമ്പോഴേക്ക് തന്നെ ഭക്ഷണം എല്ലാം വായിലോട്ട് വരുന്നൊരവസ്ഥ, അങ്ങനെ പല കണ്ടീഷനായിട്ട് വരാറുണ്ട്. അപ്പം ഇതെന്നൊക്കെ അവരുടെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഒരു മെയിനായിട്ട് അവർ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ മൈഗ്രെയിൻ തലവേദനയൊക്കെ ആയിട്ടാണ് പലരും വരുന്നത്. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഈ നെഞ്ചരിച്ചിൽ, വയറ്റിൻ്റെ അകത്ത് ഭയങ്കര പുകച്ചിൽ, എപ്പോഴും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം, എത്ര കഴിച്ചിട്ടും വെയിറ്റ് കൂടുന്നില്ല, അങ്ങനെ പല കേസുകളായിട്ട് ഈ ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി പ്രശ്നങ്ങളെല്ലാം തന്നെ മിക്സപ്പ് ആയിട്ട് നമ്മളെടുത്ത് കേസസ് വരാറുണ്ട്. ഓക്കെ, ഇവർക്കൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട് അവർക്ക് മെയിനായിട്ടും ഈ ഒരു ബ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പുളിച്ച് തേട്ടി വരുന്നുണ്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നെങ്കിൽ ഹൈപ്പർ അസിഡിക് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഹൈപ്പോ അസിഡിക് പേഷ്യൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾക്ക് എപ്പോഴും എന്തായിരിക്കും, വിശപ്പ് ഭയങ്കര കൂടുതലായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം, വയറ്റുന്ന പുകച്ചിലായിരിക്കും. അപ്പോൾ അത്തരം പേഷ്യൻസിന് നമ്മൾ അവരുടെ ആ ഒരു പ്രകാരമുള്ള ഡയറ്റും പറഞ്ഞു കൊടുക്കണം, പ്ലസ് മെഡിസിനും കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർക്കൊരു ക്യൂർ ഉണ്ടാവുള്ളൂ. എന്നാൽ ചില ആളുകൾക്ക് എന്താണ്, ഈ വയറിന് വല്ലാതെ ബ്ലോട്ടായിട്ട് കിടക്കുക, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം പേഷ്യൻസ് ഉണ്ട്, അവർക്കൊന്നും കഴിക്കാനേ പറ്റുന്നില്ല, ചെറിയ എന്തെങ്കിലും കഴിക്കുമ്പോഴേക്ക് തന്നെ വയറങ്ങ് തള്ളി വരുന്നു. അപ്പം അത്തരം ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഹൈപ്പോ അസിഡിക് ആണ്, അവരിൽ എന്താണ് ആസിഡ് പ്രൊഡക്ഷൻ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ഡോക്ടർ, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഹൈപ്പോ ആണെങ്കിലും ഹൈപ്പർ അസിഡിറ്റി ആണെന്നുണ്ടെങ്കിലും ഇതിന് ട്രിഗറിങ് ഫാക്ടർ ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? ട്രിഗറിങ് ഫാക്ടറിലുപരി അതിൻ്റെ ഒരു കോസാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി വന്നിട്ട് അതിനെ നമ്മൾ ട്രിഗർ ചെയ്യുന്നതല്ലല്ലോ, അപ്പോൾ നമ്മളിത് വരുത്തി വെച്ചതാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് കാരണം ഇങ്ങനെ ഒരു അസുഖം വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളാണ്. നിങ്ങൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുക, നിങ്ങളൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വേദന വരുമ്പോഴത്തേക്ക് വേഗം പോയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് വാങ്ങിയിട്ട് വേദന അങ്ങോട്ട് അമർത്തി വെക്കുക, ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആളുകളിൽ ഗ്യാസ്ട്രൈറ്റിസ് വരാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സ് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അസുഖമില്ല, നിങ്ങൾ മരുന്ന് കഴിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ ഉണ്ട്, നല്ല ടെൻഷൻ വരുന്ന ആളുകളാണ്. ഇത്തരം ആളുകളിലൊക്കെ തന്നെ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ആളുകൾ, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതെ രാവിലത്തതും ഉച്ചക്കത്തതും എല്ലാം കൂടി രാത്രി കഴിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളിലും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ടും കാണാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡോക്ടറെ, ഇപ്പോൾ ഗ്യാസ് ഉള്ള ആളുകൾക്ക് നമ്മൾ ഡൈജസ്റ്റ് പ്രോ നമ്മുടെ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് അവർക്ക് ഇത്തരം ഗ്യാസുകൾ നമുക്ക് കംപ്ലീറ്റ് ആയി മാറ്റാൻ സാധിക്കല്? അപ്പോൾ ഈ ഒരു ഡൈജസ്റ്റ് പ്രോ എന്ന് പറഞ്ഞ പൗഡർ നമ്മൾ നോക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ടും ഈ മൈഗ്രെയിൻ ഹെഡേക്ക്, അതായത് ഗ്യാസ്ട്രൈറ്റിസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന മൈഗ്രെയിൻ ഹെഡേക്ക്, കോൺസ്റ്റിപ്പേഷൻ, വയറ് അല്ലാതെ ഉറക്കുക, പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് പോകുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ വളരെ മെൻ്റലി അങ്ങ് ഡൗൺ ആയി പോകും. അപ്പോൾ ഇത്തരം കണ്ടീഷനിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഡൈജസ്റ്റ് പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് യഷ്ടിമത് വരുന്നുണ്ട്, ജീരകം വരുന്നുണ്ട്, കരിഞ്ജീരകം വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലോവ് വരുന്നുണ്ട്, പട്ട, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇതിനകത്ത്
വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനൊക്കെ മെച്ചപ്പെടുത്താനുള്ള മെയിനായിട്ടുള്ള ഔഷധങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല രീതിയിൽ ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, മൈഗ്രെയിൻ, ഹെഡേക്ക് ഒക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഡൈജസ്പ്രോനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് വേണമെന്നുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ നമ്മളിപ്പോൾ പറഞ്ഞതിൽ നമ്മൾ ഇപ്പോൾ പല കാരണങ്ങളും നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പലതും നമ്മൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം ഗ്യാസ് ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടുതലായിട്ട് കപ്പ കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തണുത്ത ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഐറ്റംസ്, ഈ കപ്പ, ചിലപ്പോൾ മധുരക്കിഴങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ, ഉരുളക്കിഴങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം തന്നെ ചില ആളുകൾക്ക് ഗ്യാസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ചിലപ്പം നിങ്ങൾ എല്ലാവരിലും എപ്പോഴും, അതായത് ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുക, ചെറുതായിട്ടൊന്ന് കഴിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചൂടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയല്ല, അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ അത് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. ഭക്ഷണങ്ങൾ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്, കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസുകൾ, ഈ സോസേജ് അല്ലെങ്കിൽ സോസ് കൂടുതലായിട്ട് വരുന്ന ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്താണ് ഈ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ആളുകളിൽ കാണിക്കുന്നത്. അപ്പം ഗ്യാസ് വരുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള ഐറ്റംസുകളാണ്. പിന്നെ തണുത്തതൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ പലരിലും ഗ്യാസ് കാണിക്കാറുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പല ആളുകൾക്കും പറയാറുണ്ടല്ലോ, ഈ പുളിച്ച് തികട്ടി വരുന്നുണ്ട്, വായിൽ കയ്പ്പ് രസം വരുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് വരുന്നത്? അത് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളിൽ, കൂടുതലായിട്ടും ആസിഡ് പ്രൊഡക്ഷൻ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭക്ഷണം പെട്ടെന്ന് ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാനാണ് ഇത്തരം ആളുകളോട് പറയുന്നത്. അപ്പം നിങ്ങളൊരു ഗ്യാപ്പ് വന്നുപോയി. ഇപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഉച്ചയൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പുളിച്ച് തട്ടലും നെഞ്ചരിച്ചിലും ബേണിങ് ചെസ്റ്റൊക്കെ ആയിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള കാരണമുണ്ട്. ഇപ്പോൾ പല ആളുകൾക്കും നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് ടേസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും കംപ്ലൈൻറ്റ് വരാനുള്ളത്. അത് ഇതുകൊണ്ട് തന്നെയാണോ? അത് ഈ ഒരു ഹൈപ്പർ അസിഡിറ്റി കേസ് കൊണ്ട് തന്നെയാണ്. അത് ഭക്ഷണം നമ്മൾ ചിലപ്പോൾ നിങ്ങൾ പോയി കിടക്കുന്ന പാടിയായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടക്കാനേ പാടില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ഫുഡ് നമ്മൾ തിരിച്ച് നമ്മുടെ ഈ ഒരു വായ ഭാഗത്തോട്ടൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ആ ശീലങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ ചായ, കോഫിയൊക്കെ അമിതമായിട്ട് കഴിക്കുന്നതും ഇത്തരം പ്രശ്നങ്ങളോട്ട് ലീഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പല ആളുകളും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പണ്ട് കാലം മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചോടത്തന്നെ കുളിക്കാൻ പാടില്ല എന്നുള്ളത്. ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇപ്പം ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ജഡരാഗ്നി ഉണ്ട്, അതായത് ഡൈജസ്റ്റീവ് ഫയർ ഉണ്ട്. നമ്മളിപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കണമെങ്കിൽ ഡൈജസ്റ്റീവ് ഫയർ വേണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഫുഡൊക്കെ അത്യാവശ്യം കഴിച്ച് നല്ല വയറ് ഫില്ലായി കഴിഞ്ഞാൽ പാടെ തന്നെ പോയിട്ട് നമ്മുടെ ബോഡിയിലോട്ടൊരു തണുപ്പ്, അല്ലേ, കുളിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചറൊക്കെ അങ്ങ് കുറയുക ചെയ്യുന്നത്. ഈ ഒരു ഡൈജസ്റ്റീവ് ഫയർ കുറയുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻഡൈജഷൻ ആണ് നടക്കുന്നത്. പ്രോപ്പർ ഡൈജഷൻ നടക്കുന്നില്ല, സ്ലോ ആവുകയല്ല ചെയ്യുന്നത്. അതിന് പകരം ഈ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കേണ്ടത് അങ്ങ് എന്തായി പോവും, ആ കംപ്ലീറ്റ് പ്രൊസീജിയർ അവിടെ എന്താവും, സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻഡൈജഷൻ വരും. അതിൻ്റെ ഭാഗമായിട്ട് ഈ ബാക്ടീരിയൽ ഗ്രോത്തും കാര്യങ്ങളും, സിബോ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് പല ആളുകൾക്കും പറയുന്ന കാര്യമാണ്, രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നാലൊക്കെ പിറ്റേന്ന് വായ്പുണ്ണ് വരുന്നൊരു പ്രശ്നങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ട് വായ്പുണ്ണ് വരുന്ന ബുദ്ധിമുട്ട് വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? വായ്പുണ്ണ് വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡൈജഷൻ തന്നെയാണ്. അതായത് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കുന്നില്ല, ഈ ഭക്ഷണങ്ങളൊന്നും ദഹിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ആസിഡ് പ്രൊഡക്ഷനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈപ്പർ അസിഡിക് കണ്ടീഷൻ ആവുന്ന സമയത്തൊക്കെ ഗ്യാസ്ട്രൈറ്റിസിലോട്ട് ലീഡ് ചെയ്യാം. അതായത് നമ്മുടെ സ്റ്റൊമക്ക് ലൈനിങ്ങിലൊക്കെ എന്തായിരിക്കാം, ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ വരാം. അതാണ് എന്താവുന്നത്, പുണ്ണായിട്ട് മാറുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വായയിൽ ഈ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പുണ്ണ് ഫോർമേഷൻ ഉണ്ടാവാം, ഒരു അൾസർ ഫോർമേഷൻ ഉണ്ടാവും. ഇതാണ് വായ്പുണ്ണെന്ന് പറയുന്നത്. ഇതേ സെയിം കാര്യം നിങ്ങളുടെ വയറ്റിനുള്ളിൽ നടക്കാം. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ വായ്പുണ്ണിൻ്റെ വിഷയം സംസാരിച്ച സമയത്ത് ആളുകൾ പൊതുവേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് വായിലുണ്ടാവുന്ന ഈ പുണ്ണ് പോലെ ഉണ്ടാവുന്നത് ശരിക്കും വായ്പുണ്ണ് മാത്രമാണോ അല്ലെങ്കിൽ ക്യാൻസർ ആണോ എന്നുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക? അപ്പോൾ വായ്പുണ്ണൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്കത് വായിൽ
ഒറ്റയൊന്നായിട്ട് വന്ന് അത് കുറച്ച് ദിവസത്തിനുള്ളിൽ അതങ്ങ് സബ്സൈഡ് ചെയ്ത് പോകും. നമ്മൾ ഭക്ഷണ രീതികളും നന്നായിട്ട് വെള്ളം കുടിക്കുകയും പ്രോപ്പറായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ആയിട്ട് പോകും. എന്നാൽ ഇതൊരു ക്യാൻസർ സ്റ്റേജിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പം അത് കുറേ ദിവസത്തോളം അവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജസിലൊക്കെ ചേഞ്ചസ് വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് നെഗ്ലക്റ്റ് ചെയ്യരുത്. അതായത് ഒരു 3 days അല്ലെങ്കിൽ ഒരു 1 വീക്കിൻ്റെ മുകളിലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ അതുപോലെ തന്നെ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വായ് നാറ്റം. പലപ്പോഴും പല്ലിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലപോലെ ബ്രഷ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഡോക്ടറെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര സ്മെല്ലാണ് വായിൽ നിന്നെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് നാറ്റം വരുന്നത്? അത് അവരുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കൂല. ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ വായിലൊക്കെ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. അതായത് നമ്മുടെ വായിൽ തന്നെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യും? ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആ ഒരു ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡൈജഷൻ എവിടെ നിന്ന് ക്ലിയർ ചെയ്യണം? നമ്മുടെ വായിൽ നിന്ന് തന്നെ. പല ആളുകളും ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരയ്ക്കാതെ അങ്ങ് പെട്ടെന്ന് വിഴുങ്ങിയിടുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് വളരെ പതുക്കെ ഭക്ഷണം ആസ്വദിച്ച് ചവച്ചരച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ ഈ ഭക്ഷണ ഡൈജഷൻ നടക്കണമെങ്കിൽ വെള്ളം കുടിക്കണം. അതായത് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ കുടിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. നാരുകൾ കൂടുതലായിട്ടുള്ള ഫുഡുകളും കൂടി നിങ്ങൾ കഴിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിനിടയിൽ ഒരു വിഷയമാണ് ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചാൽ എന്താണ് പ്രശ്നം വരുന്നത്? ഓൾറെഡി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എന്താണെങ്കിലും കുറച്ച് ഹെവി ആയിരിക്കും. കാർബോഹൈഡ്രേറ്റും എല്ലാം വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ വെള്ളം കൂടി കൊടുക്കുന്ന സമയത്ത് ഈ ഡൈജഷൻ വല്ലാതെ സ്ലോ ആവുകയും അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇൻഡൈജഷൻ സ്റ്റേജിലോട്ട് ഇത് മാറും. ഒന്നെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുൻപായിട്ട് വെള്ളം കുടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓവർ ഈറ്റിംഗ് ഒക്കെ കുറച്ചെടുക്കാനും സാധിക്കും. ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അതൊന്ന് സെറ്റിലായതിനു ശേഷം മാത്രമേ നിങ്ങൾ അവിടേക്ക് ഒരു വെള്ളത്തിൻ്റെ ഇൻപുട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഗ്യാസിന് പിന്നെ നല്ലപോലെ വിളിച്ചതായിട്ട് വരുന്നുണ്ട്, വായ്പുണ്ണ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വേദനകൾ വരുന്നുണ്ട്, നെഞ്ചരിച്ചിൽ വരിക, വയറ്റുനിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, എപ്പോഴും ഏമ്പക്കം വരിക, അല്ലെങ്കിൽ കീവായി വരിക, അത് ഭയങ്കര സ്മെല്ലോടെ തന്നെ വരിക, ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡൈജസ്പ്രോനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും അതുപോലെ ഡോക്ടറുടെ ഓൺലൈൻ ഓഫ്ലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അവിടെ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മൾ ഇപ്പം മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നുള്ളത്. നമ്മൾ ചില ആളുകൾക്ക് ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ പോയാൽ അവർക്ക് നല്ല മൈഗ്രെയിൻ വരും, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കഴിച്ചത് പ്രോപ്പർ അല്ലെങ്കിൽ മൈഗ്രെയിൻ വരാറുണ്ട്. ശരിക്കും ഈ ഗട്ടും മൈഗ്രെയിനും തമ്മിൽ എങ്ങനെയാണ് അത് ബന്ധം വരുന്നത്? ഗട്ടിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്കൊന്ന് മൈഗ്രെയിൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹെഡിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് കാലമായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡ്, കൂടുതൽ സോസ് വരുന്നത്, ഈ മയണൈസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം കുറയ്ക്കുന്നതാണ്. അപ്പം കുടലിൻ്റെ ആരോഗ്യം കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ തലവേദനയായിട്ട് അത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ടും ഇമ്പ്യൂരിറ്റീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കിൻ ഡിസീസസ് ഒക്കെ ആളുകൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? നല്ല ഗട്ട് ഹെൽത്ത് കീപ്പ് ചെയ്യുക. അതിന് നല്ല പ്രോബയോട്ടിക്സും പ്രീ ഫൈബേഴ്സും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള മൈഗ്രെയിൻ റിലീഫ് കിട്ടുള്ളൂ. ഇപ്പോൾ ഡോക്ടറെ, ഇപ്പോൾ മൈഗ്രെയിൻ്റെ വിഷയങ്ങൾ പറഞ്ഞ് നമ്മളെ ക്ലിനിക്കിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ മെയിനായിട്ട് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നം കൂടിയാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഡൈജസ്പ്രോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡൈജസ്പ്രോനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ജീരകം ആയിക്കോട്ടെ, ക്ലോവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കരിഞ്ജീരകം ആയിക്കോട്ടെ, ലിക്കോറൈസ് അഥവാ ഇരട്ടി മധുരം, ഇതെല്ലാം തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ ആൻറ്റി ഓക്സിഡൻസ് ചെയ്യുന്നത് എന്താണ്? ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുക, അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗട്ട് ചീത്തയാവുക എന്ന് പറയുന്നത് എന്താണ്? ഗട്ടിനകത്തുള്ള നീർക്കെട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് ആ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കുറയുകയും അവിടെയുള്ളൊരു ഹെൽത്ത്, അതായത് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിയിൽ കുറയും. കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മൈഗ്രെയിനും റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഡോക്ടറെ, നമ്മൾ നല്ല പോലെ ഗ്യാസ് കയറിയിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസ് ഒന്ന് പോകാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് ചെറിയ സ്ട്രെച്ചസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന സമയത്ത് പെട്ടെന്ന് ഗ്യാസൊക്കെ റിലീവ് ആവും. ചിലപ്പോൾ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് ഒരു ജസ്റ്റ് ആമ്പൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഈശ്വാസമൊക്കെ ആയിട്ട് ആ രീതിയിൽ ഗ്യാസ് പോകും.
ഇല്ല നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അയമോദകം വെറുതെ ചവച്ചരച്ച് കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് ജീരകം, ചെറിയ ജീരകം ജസ്റ്റ് വറുത്തിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ പെട്ടെന്നുള്ള ഒരു ഗ്യാസ് കെട്ടിക്കിടന്നിട്ടുണ്ടാവുന്ന ആ ഒരു ടൈറ്റ് ഫീലിംഗ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് ഈ രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഗ്യാസ് കയറി ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു വെളുത്തുള്ളി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചുട്ടിട്ട് കഴിക്കുന്നതും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കും. ഓക്കെ, ഇപ്പോൾ ഡോക്ടറെ നമ്മൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നം കംപ്ലീറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? ഗ്യാസ് നല്ല രീതിയിൽ മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം. അതായത് രാവിലെയും ഉച്ചയ്ക്ക് രാത്രിയൊക്കെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം. ഇല്ലെങ്കിൽ ഇടവേളകളിലായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത് ഭക്ഷണത്തിനകത്ത് കൂടുതൽ ഫൈബേഴ്സ്, നാരുകൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തണം. പിന്നെ ചില ആളുകൾക്ക് കൂടുതൽ നാരുകളൊക്കെ എടുക്കുന്ന സമയത്ത്, ഇൻസോല്യൂബിളൊക്കെ ആയിട്ടുള്ള നാരുകളൊക്കെ എടുക്കുന്ന സമയത്ത് ലൂസ് മോഷനൊക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പം അത്തരം ഫുഡുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കേണ്ടതുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് നാരുകൾ കൂടുതലായിട്ട്, അതായത് ഫൈബേഴ്സ് വേണം. അതായത് ഈ ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയൻ്റെ ഗ്രോത്ത് കൂട്ടിയെടുക്കണമെങ്കിൽ നല്ല ഫൈബേഴ്സ് അത്യാവശ്യമാണ്. കാരണം അതെന്ന് പറയുന്നത് ശരിക്കും ഒരു ഫെർട്ടിലൈസറാണ്. നല്ല ഫൈബേഴ്സാണ് ഈ ബാക്ടീരിയൻ്റെ ഗ്രോത്ത് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫൈബേഴ്സ് കൂടുതലായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ബ്രൗൺ റൈസും ഒക്കെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്താം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പഴങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് കുടിക്കാം. അത് നമുക്ക് ഈ ഒരു ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. അതായത് പ്രോപ്പർ ഡൈജഷന് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് നടക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സ്പൈസി ഫുഡുകൾ, അതുപോലെ തന്നെ കാരം കൂടുതലായിട്ട് വരുന്ന അപ്പക്കാരം, ബേക്കിംഗ് സോഡ, ഇതൊക്കെ കൂടുതലായിട്ട് വരുന്ന ഐറ്റംസുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങളും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നല്ലപോലെ ഗ്യാസ് കയറുന്നുണ്ട്, ഗ്യാസ് കയറുന്ന സമയത്ത് ഭയങ്കര വേദന വരിക, പൊളിച്ച് തികട്ടി വരിക, നല്ല തലവേദന വരുന്നുണ്ട്, അല്ലെ പിന്നെ നമുക്ക് ഏമ്പൊക്കെ വരിക, കീവായിൻ്റെ പ്രശ്നങ്ങൾ വരിക, വായ്പുണ്ണ് വരിക, അല്ലെങ്കിൽ വായിൽ ദുർഗന്ധം വരിക, ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വയറ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. വയറ് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഡൈജസ്റ്റ് പ്രോപ്പ് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഗട്ടിലുള്ള ഇൻഫ്ലമേഷൻ നല്ലപോലെ കുറയ്ക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ പറഞ്ഞ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിലേക്കോ താഴെ കമൻ്റായിട്ടോ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളോട് കൂടെ ഇന്നുള്ളത് ഡോക്ടർ ഭാഗ്യമയമാണ്. Q&B ഹെൽത്ത് കെയർ കൊടുവള്ളിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്.